ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വൃശ്ചിക മാസത്തിൽ രാജയോഗം വന്നെത്തിയിരിക്കുന്നത് ഈ 9 നക്ഷത്രക്കാർക്കാണ്. ഈ ഭാഗ്യം ഇനി തേച്ചാലും മായ്ച്ചാലും മാറില്ലാത്ത സൗഭാഗ്യമാണ്. വ്രതപുണ്യവും ശാസ്താവിൻ്റെ അനുഗ്രഹവും നിറഞ്ഞു തുളുമ്പുന്ന ഈ വൃശ്ചിക മാസം ഈ നാളുകാരായ ആളുകൾക്ക് മഹാരാജയോഗത്തിന് തുല്യമായ സമയമാണ് സമ്മാനിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുവാനും ഈ വൃശ്ചിക മാസത്തിൽ സാധിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കുവാനും തീരാ ദുരിതത്തിൽ നിന്നും കരകയറുവാനും കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. വൃശ്ചികത്തിൻ്റെ ഐശ്വര്യം സ്വന്തമാക്കുന്നത് 9 നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ഈ മണ്ഡലകാലത്തിൽ വളരെ വലിയ സൗഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ആദ്യത്തെ നക്ഷത്രക്കാരാണ് അശ്വതി. അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറയുന്ന സമയമാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ സങ്കടങ്ങളും ആശങ്കകളുമെല്ലാം ഒഴിഞ്ഞ് ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിറയുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെയധികം സാമ്പത്തിക നേട്ടം വന്നണയുന്ന സമയമാണ്. ധനലബ്ധിയുടെ സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും നിറയും. ദീർഘകാലത്തെ തെറ്റിദ്ധാരണകളെല്ലാം മാറി വിട പറഞ്ഞു പോയ പ്രിയ സുഹൃത്തുക്കൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളും കുടുംബ ബന്ധുക്കളും സന്തോഷം നിറയ്ക്കും. ഈ സമയം അവരുമായി വളരെയധികം സമയം ചെലവഴിക്കുവാനും അവരുടെ പിന്തുണയും സ്നേഹവും ആസ്വദിക്കുവാനുമുള്ള അവസരം വന്നെത്തുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്ര പോകുവാനുള്ള അവസരം സിദ്ധിക്കും. പുതിയ സ്ഥലങ്ങൾ കാണുവാനും പുതിയ അനുഭവങ്ങൾ നേടുവാനും ഈ യാത്ര വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ അധ്വാനത്തിനും സമർപ്പണത്തിനും ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും മറ്റ് ആനുകൂല്യങ്ങൾ നേടുവാനും സാധ്യതയുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഓരോന്നായി തരണം ചെയ്യും. സാമ്പത്തിക വിഷമങ്ങൾ നേരിടുമെങ്കിലും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരുടെ സഹായത്താൽ എല്ലാവിധ കാര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാനും ഭൂമി, വാഹനം, ഭവനം എന്നിവ സ്വന്തമാക്കുവാനുള്ള പരിശ്രമം വിജയിക്കുകയും ചെയ്യും. തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മികച്ച ജോലി ലഭിക്കും. പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഏർപ്പെടുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കും. സാമ്പത്തികമായി നിലനിന്നിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ വളരെയധികം സന്തോഷം വർദ്ധിക്കും. ബന്ധുജന സഹായം ലഭിക്കും. തൊഴിലിൽ ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രണയ സാഫല്യം സഫലമാകും. വിവാഹ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കുന്നതാണ്. കൃഷിയിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സ്വന്തം ബിസിനസ്സിൽ നിന്നുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാനും പൊതുപ്രവർത്തനങ്ങളിൽ വളരെയധികം നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ഔഷധ സേവ മൂലം നിങ്ങളുടെ എല്ലാവിധ അസുഖങ്ങളും ശമിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി, ഹനുമാൻ എന്നിവരെ ഭജിക്കുക. നാളിൽ ഗണപതി ഹോമം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല ചാർത്തി വെണ്ണ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാൻ കഴിയുന്ന സമയമാണ് ഈ വൃശ്ചിക മാസം. ഉള്ളിൽ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതുമായ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുന്ന അത്ഭുത കാലമാണ്. ഭാഗ്യത്തിൻ്റെ പിന്തുണയോടെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹം പോലെ സാധിക്കുന്ന സമയം. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഈ സമയത്ത് വളരെയധികം ശുഭകരമാണ്. ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. എല്ലാവിധ കാര്യത്തിനും ബന്ധുജന സഹായം ലഭിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ വന്നു ചേരും. നിങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവ് ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി ഉണ്ടാകുന്നതാണ്. അനാവശ്യമായ ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും വളരെയധികം മോചനമുണ്ടാകും.
പൈതൃക സ്വത്തിൻ്റെ അനുഭവം വന്നു ചേരും. യാത്രകൾ വളരെയധികം വേണ്ടിവരുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് യാത്രകൾ അനിവാര്യമായി വരും. ബന്ധുഗുണവർദ്ധനവ്, ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം എന്നിവയെല്ലാം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ എല്ലാവിധ വിജയങ്ങളും നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ഗൃഹനിർമ്മാണത്തിനുള്ള ചെലവ് വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി അവതാര വിഷ്ണു ഭജനം നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല ഇവ സമർപ്പിക്കുക. നിങ്ങളുടെ നാളിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും പാൽപ്പായസ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളും ക്ലേശങ്ങളും ദോഷങ്ങളുമെല്ലാം ഇല്ലാതാകുന്ന കാലമാണ് ഈ വൃശ്ചിക മാസം. നിങ്ങളുടെ വീട്ടിൽ വൃശ്ചികം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ എല്ലാ ദുരിതങ്ങളും ഈ മാസം അവസാനിക്കുന്നതാണ്. ഉത്രം നക്ഷത്രക്കാരുടെ മനപ്രയാസങ്ങളെല്ലാം അവസാനിക്കും. ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും ഭാഗ്യവും അനുഭവേദ്യമാകുന്നതാണ്. ഇവർക്ക് സാമ്പത്തികമായി ഉയരുവാനുള്ള അനുകൂലമായ സമയം തന്നെയാണ്. നിക്ഷേപം, സ്വത്തുക്കൾ എന്നിവയെല്ലാം സ്വന്തമാക്കുവാൻ ഇവർക്ക് അനുയോജ്യമായ സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന രോഗാതി ദുരിതങ്ങളെല്ലാം ശമിക്കും. എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കും. കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖേന ഉണ്ടായിരുന്ന കലഹങ്ങളെല്ലാം കുറഞ്ഞു വരും. സുഹൃത്തുക്കളുടെ വിവാഹ ബന്ധത്തിൽ സംബന്ധിക്കും. നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാവിധ പ്രവൃത്തികളും വിജയപഥത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം, സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള അല്പം പണച്ചെലവ്, ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയിലെല്ലാം ഏർപ്പെടുവാനും അനുകൂലമായ സമയമാണ്. പ്രധാനമായ തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ ആലോചിക്കും. രോഗാതി ദുരിതങ്ങൾ മൂലം ജോലിയിൽ നിന്നും വിട്ടുനിന്ന ആളുകൾക്ക് തിരികെ നിങ്ങളുടെ പ്രവൃത്തിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതിക്ക് ഹോമം നടത്തുക, നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലമാണ്. നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ വന്നു ചേരും. സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാകും. നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം ഇരട്ടി ഫലം നൽകുന്നതാണ്. ദീർഘകാലമായി നിങ്ങൾ കാത്തിരുന്ന സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയമാണ്. നിങ്ങളുടെ കഴിവ് തിരിച്ചറിയപ്പെടുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള പണച്ചെലവ്, നടപ്പാകലെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുവാനും സാധിക്കും. ദേഹസുഖം അല്പം കുറയും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്ന കാലം കൂടിയാണ്. ഈ സമയം നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങും. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെല്ലാം അവസാനിക്കും. സകുടുംബം യാത്ര നടത്തുവാനുള്ള യോഗവും സിദ്ധിക്കുന്നതാണ്. രോഗാതി ദുരിതങ്ങളിൽ നിന്നുള്ള ശമനം, ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ഇവ ലഭിക്കും. തൊഴിൽപരമായി വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ മൂലം ഗൃഹസുഖം കുറയാതെ ശ്രദ്ധിക്കുക. പ്രവർത്തന വിജയം കൈവരും. ബന്ധുജന സമാഗമം ഉണ്ടാകും. ഉദര സംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടിവരുന്നതാണ്. അടുത്ത ബന്ധുക്കൾക്ക് രോഗാതി ദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട്. ആഹാരകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. സർക്കാരിലേക്ക് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരും. വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് വളരെയധികം വിജയം വന്നു ചേരും. മനസ്സിന് സന്തോഷസൂചകമായ വാർത്തകൾ വന്നെത്തുന്നതാണ്. ദോഷശമനത്തിനായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നാളുകാർ വീടിനും നാടിനും വളരെയധികം ഐശ്വര്യമായി മാറുന്ന സമയമാണ് ഈ വൃശ്ചിക മാസം. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് എന്ത് കാര്യത്തിലും വിജയവും സാമീപ്യവും പോലും ഐശ്വര്യകരവുമായി മാറും. തൃക്കേട്ട നക്ഷത്രക്കാർ ഉള്ള ഭവനങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും ഈ കാലയളവിൽ വന്നെത്തുന്നതാണ്. പാതി വഴിയിൽ നിന്ന് പോയതും മുടങ്ങിക്കിടക്കുന്നതുമായ എല്ലാവിധ കാര്യങ്ങളും ഒന്നുകൂടി ആരംഭിച്ച് വിജയത്തിലെത്തിക്കുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയം സാധിക്കുന്നതാണ്.
പുതിയ വീടും വാഹനവും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വളരെയധികം നേട്ടങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യപരമായ വിഷമതകളെല്ലാം ശമിക്കും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. മാനസികമായ സന്തോഷം വളരെയധികം വർദ്ധിക്കുന്നതാണ്. കടമിടപാടുകൾ കുറയ്ക്കുവാൻ കഴിയും. വിദേശ യാത്രയ്ക്കുള്ള ശ്രമത്തിൽ വിജയിക്കുന്നതാണ്. ബന്ധുഗുണം അനുഭവിക്കും. യാത്രകൾ വളരെയധികം വേണ്ടിവരുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സൗഖ്യവും വന്നു ചേരും. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ഇത്തരം ആളുകളെ അടുപ്പിക്കാതിരിക്കുന്നതാണ് വളരെയധികം ഉത്തമം. നിങ്ങളുടെ പഠനത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അലസതകളും വെടിയുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാനും സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കുവാനും സാധിക്കും. ഈ സമയം വാഗ്ദോഷം മൂലം അപവാദത്തിൽ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാലാവസ്ഥ ജന്യമായ രോഗങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കും. സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. വിദേശത്തുള്ള ആളുകൾക്ക് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പേരും പ്രശസ്തിയും വളരെയധികം വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. ഔഷധ സേവ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവ അവസാനിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. നിങ്ങളുടെ ജന്മനാളിൽ ശിവക്ഷേത്രത്തിൽ ഭസ്മ അഭിഷേകം നടത്തുക. ഒപ്പം ദേവീക്ഷേത്രങ്ങളിൽ ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് വൃശ്ചിക മാസത്തിൽ തീർത്തും അപ്രതീക്ഷിതമായ നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ നാളുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയവും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും നിങ്ങളെ തേടിയെത്തും. പൊതുവെ ശത്രുക്കളുടെ കാര്യത്തിൽ മുൻപിലാണ് പൂയം നക്ഷത്രക്കാർ. എന്നാൽ വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ ശത്രുദോഷങ്ങളെല്ലാം ഇല്ലാതാകും. നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമെല്ലാം സഫലമാകുന്ന സമയം കൂടിയാണ് ഈ മാസം. എല്ലാവിധ കാര്യങ്ങൾക്കും ബന്ധുജന സഹായം ലഭിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി എല്ലാം വന്നെത്തും. അനാവശ്യമായ ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടൊഴിയുന്നതാണ്. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കും. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നതാണ്. യാത്രകളെല്ലാം വളരെയധികം വേണ്ടിവരും. പല്ലുകൾക്ക് രോഗസാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾക്കായി യാത്രകൾ വേണ്ടിവരും. ബന്ധുഗുണ വർധനവ്, ആഡംബര വസ്തുക്കളിൽ താല്പര്യം എന്നിവയെല്ലാം വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ എല്ലാവിധ വിജയങ്ങളും നിങ്ങളെ തേടിയെത്തും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലം തന്നെയാണ്. ഗൃഹനിർമ്മാണത്തിൽ ചെലവ് വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ഭജനം നടത്തുക. നിങ്ങളുടെ ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുക. ദേവിക്ക് ചുമന്ന പട്ട് സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്ക് മടുപ്പോ ചെയ്യാനാകാത്തതോ കാരണമായി നിർത്തിയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ആരംഭിക്കുവാനും അതിലൂടെ വിജയം നേടുവാനും അനുകൂലമായ സമയമാണ് ഈ വൃശ്ചിക മാസം. ആയില്യം നാളുകാർ ഏത് തൊഴിലും ചെയ്ത് വിജയിക്കുന്ന ഒരു സമയം കൂടിയാണ്. മത്സര പരീക്ഷകളിൽ വിജയവും വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഉയർച്ചയും ഉന്നതിയും നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും. ഉദ്യോഗസ്ഥരായുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ വളരെ വലിയ സന്തോഷങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വന്നെത്തുന്നത്. ഈ കാലയളവിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും. ഈ ബന്ധങ്ങൾ മൂലം ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഭാഗികമായെങ്കിലും നിങ്ങൾ വിജയം കൈവരിക്കും. സ്വന്തം പ്രവർത്തനത്തിൻ്റെ ഫലമായി വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ആത്മധൈര്യം വളരെയധികം വർദ്ധിക്കും.
എന്നിരുന്നാലും ഈ സമയം നിങ്ങളുടെ മുൻകോപം നിയന്ത്രിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ട്. മാതാവിന് ശാരീരികമായ അസുഖങ്ങളും തുടർന്ന് വൈദ്യ പരിശോധനയും വേണ്ടിവരും. പല വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അല്പം ആശ്വാസം ലഭിക്കും. യാത്രകൾ വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ്. സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിന് ഇടയുണ്ട്. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കുടുംബക്കാരിൽ നിന്നുമുള്ള അനുകൂലമായ മറുപടി ലഭിക്കും. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഇടയുണ്ട്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാഗണപതി ഭജനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് ഈ വൃശ്ചിക മാസം. അതായത് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയം. സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ കുതിക്കും. എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും ആശങ്കകളും ഇല്ലാതാവുന്ന സമയമാണ്. സമ്പത്ത് വളരെയധികം വർദ്ധിക്കും. ആസ്തി നിങ്ങളുടെ വളരെയധികം ഉയരുന്നതാണ്. സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും ഇനി വർദ്ധിക്കുന്ന ദിവസങ്ങളാണ്. അംഗീകാരങ്ങളും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും. തൊഴിൽപരമായി വളരെയധികം എല്ലാവരും ആദരവുകളും സാധിച്ചെടുക്കുന്നതാണ്. സന്തോഷം എല്ലാ ബാധ്യതയിലും വളരലാണ്. കൃത്യത ആരോഗ്യപരമായ മേലുള്ളവരുടെ പ്രീതി സമ്പാദിക്കുന്നതാണ്. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിതത്തിൽ വളരെയധികം സൗഖ്യം വർദ്ധിക്കും. വിനോദങ്ങളിൽ നിന്ന് മനസ്സിന് വളരെയധികം സുഖം ലഭിക്കുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്ന കാര്യം ആലോചനയിൽ വരുന്നതാണ്. കഫജന്യ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുണ്ട്. ദീർഘയാത്രകൾ ഈ സമയത്ത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പണമിടപാടുകളിലും ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം. ഉയർന്ന വിജയം വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. ശിവാഷ്ടോത്ര ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. കാലങ്ങളായി തുടരുന്ന ആശങ്കകളിൽ നിന്നും മനപ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ വൃശ്ചിക മാസം. മനസ്സ വാച അറിയാത്ത പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുന്ന രേവതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ കാലമാണ് വൃശ്ചികം. കാത്തിരുന്നതും ആഗ്രഹിച്ചതുമായ നേട്ടങ്ങളും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളുമെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. ഉയർച്ചയിലേക്ക് നിങ്ങൾ കുതിക്കുവാൻ പോകുന്നു. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രകളെല്ലാം ഈ സമയത്ത് സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും പുലരുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം അനുകൂലമായ സമയം കൂടിയാണ്. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്നത് അവയെല്ലാം അവസാനിക്കും. സുഹൃത്ത് സഹായം ലഭിക്കും. വളരെയധികം യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. മാനസികമായ സന്തുഷ്ടി അനുഭവപ്പെടും. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം വന്നു ചേരും. വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂലമായ മറുപടികൾ വന്നെത്തുന്നതാണ്. യാത്രകൾ വഴി നേട്ടമുണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടുവാൻ ഒരു പരിധിവരെ സാധിക്കും. സുഹൃത്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്ന ആളുകൾക്ക് തിരികെ നിങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുവാനും ജീവിതത്തിലെ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദോഷശമനത്തിനായി ദേവി ഭജനം നടത്തുക. നിത്യേന ലളിത സഹസ്രനാമം ധ്യാനം, ദേവിയെ സ്മരിച്ച ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.